എടോ ആ മാലികേസിന്റെ പേര് സിബി സാർ. ഞാൻ കുറച്ചു നേരത്തിനൂടെ ഉണ്ടായില്ല. SP വിളിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോയാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ ജാഥക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ സാർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ സാർ. നിശ്ചയുടെ കുളിരായി ഇനി മോള് പാട് എന്താടോ ഇത്? വല്ല പണിക്കും പൊയ്ക്കൂടെ? ആ മെഷീൻ എടുത്തോണ്ട് പോയി കുറച്ച് 185 ഫയൽ വൈകുന്നേരം ഞാനാ സട്ട കൊടുക്കേണ്ടത്. സാർ എന്താടോ ഒരു കംപ്ലൈന്റ് പറയാൻ വന്നാ സാർ? സക്കറിയ സാർ, ഇതെന്താന്നൊന്ന് കേൾക്കാം. ചെല്ല് സാർ. മൊബൈൽ ഇപ്പം വന്നേ ഉള്ളൂ, ഇട്ടോളാം. സാറേ, ഇയാളെ അയലത്തുകാരൻ വീട്ടിൽ കയറി തല്ലിന്നൊരു പരാതി. എന്താ പേര്? ശ്രീകുമാരനുണ്ണി. എന്തിനാ തല്ലിയേ? അറിയില്ല സാർ. താൻ വെറുതെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു ചുമ്മാ അങ്ങ് തല്ലിയോ? അത് പോട്ടെ, തല്ലിയാനിപ്പോൾ എവിടെ ഉണ്ട്? അയാളുടെ വീട്ടിലുണ്ട്. അവൻ്റെ നമ്പറുണ്ടോ? ഇല്ല. വീട് എവിടെയാ? അയാളുടെ വൈഫിന്റെ നമ്പറുണ്ട് സാർ. ഒറ്റയ്ക്ക് വന്നാണോ തല്ലി? അല്ല, അവര് രണ്ടുപേരുണ്ടായിരുന്നു. അജിത്തും പിന്നെ ഒരു ലിംഗനും. ജോസേ. സാറേ. ജോസേ, ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാം. തൻ്റെയും തന്നെ തലവിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഈ സാറ് കൂടെ വരും. സക്കറിയ സാർ. തല്ലിയവൻ്റെ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞു. അജിത് നീലകണ്ഠൻ, മാളിയേക്കൽ ഹൗസ്, ഇന്ദിരാനഗർ, ഹൗസ് നമ്പർ 3. മതിയോ? കഴിക്കട്ടോ രണ്ടുപേരും? പോരാ. അജിത്തിന്റെ വീടല്ലേ? അതെ. ആളിവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഈ ശ്രീകുമാരൻ്റെ വീട് ഇവിടെ എവിടെയാ? അപ്പോൾ തൊട്ടടുത്ത അയാൾ ഇവിടെ പറയടാ. അതിന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മളെന്താ? നീ വെച്ചോ. ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടില്ല. അസോസിയേഷൻ ഗ്രൂപ്പിലൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ് സാർ, ഫോൺ എടുത്തിട്ട്. SI സാറേ, ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഐ എം ലിങ്കൻ, ഒരു ഓൺലൈൻ ജേർണലിസ്റ്റാ. തൊട്ടയൽവക്കി താമസിക്കുന്നു. ഈ നടന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയാ. സാർ, ഇവനാള് ശരിയല്ല, വരത്തനാ. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് തുണിരിഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് ചൂരുണ്ട് പിടക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവന് കുടുംബം കൂട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങളത് ചെയ്തില്ല. അതിന് എന്റെ കുടുംബത്തോടാണോ അയാൾ പെണ്ണെ കയറ്റിയത്? സാറേ, ഞാനടക്കം മാന്യമാർ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലം ഇത്. അടുത്ത വീട്ടിലെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്നതാണ് തൻ്റെ ഒരു മാന്യത. സാറേ, ജീവിക്കാൻ ഒരു മാർഗം തേടി ഇറങ്ങിയ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അക്രമം കാണിച്ച നോക്കി നിൽക്കണമെന്നാണോ സാർ പറയുന്നത്? ഇത്രയും സാധാരണ ഇയാളാണോ അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തുണി ഉരിഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ചൂലുകൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞേ?
നിന്റെ സൂക്കേടേ ഞാൻ മാറ്റിത്തരാം. ഒന്ന് ജീപ്പിലോട്ട് കയറേ. ഓ എങ്ങനെ ജീപ്പിലോട്ട് കയറാ. സാറെ വേണ്ടട്ടാ, ഇത് പണിയാവേ. സാറിന് ഈ പണി ഇട്ടിട്ട് കൊല്ലം കൂടെ ആയടാ. കയറി വണ്ടി കയറി. കേറടാ. വീഡിയോ ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. സാർ സാർ ഞങ്ങളാ എഞ്ചിനീയറെ വീട്ടിൽ കയറി തല്ലിയ പ്രതിയെ തപ്പി ഇറങ്ങിയതാ. എന്നിട്ട് സംഭവം മോറൽ പോലീസിംഗാ സാർ. ഒന്നാം പ്രതി അയത്ത് വീട്ടിൽ, രണ്ടാം പ്രതിയെ കിട്ടിയിട്ടുണ്ട്. FIR ഇട്ടോ? ഇല്ല സാർ, ഇട്ടില്ല. അത് പിന്നെ എഞ്ചിനീയറുടെ മെഡിക്കൽ എടുക്കാൻ ഞാൻ ജോസിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അയാളൊരു മൊഴി എടുത്ത ഉടനെ കേസാക്കാം. FIR ഇടാൻ വരട്ടെ. ആ ഒന്നാം പ്രതി അജിത്ത് SP-ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സാർ. അയാൾ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വരും. എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒന്ന് ഒത്തീർപ്പാക്കാൻ നോക്ക്. SP ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ സാർ. പ്രദീപ് സാറേ, ഇതെന്താ ചിക്കൻ പൊങ്കാലിയാ? ആ ഇനിയുണ്ടല്ലോ, ഇത് വാഴയിലിട്ട് മൂടണം. എന്നിട്ട് ഈ ചെളി കൊണ്ട് അങ്ങ് പൊതിയണം. പിന്നെ നന്നായിട്ട് വിറവ് വെച്ച് കത്തിക്കണം. ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ചൂട് കയറാൻ. അങ്ങനെ കരിക്കങ്ങനെ വെന്തിറങ്ങി ചിക്കനുമായിട്ട് അങ്ങ് യോജിക്കും. എല്ലാം കൂടെ 1 മണിക്കൂർ എടുക്കും. ഇനി 1 മണിക്കൂറാ? ആ സാറത് കുക്കറിലിട്ട് 4 വിസിലടിച്ച പോരെ. സാറ് വേണേ കുറച്ച് കരിക്കൂട്ടോളോ? അത് ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യമല്ലേ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്താ ചേച്ചി? സാറേ സാറേ വണ്ടി എന്താ ആ നിൽക്കുന്നതാണ് അവൻ്റെ ഒപ്പം രാവിലെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി പെങ്കൊച്ചു. കണ്ടോ? എടാ, നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഞാൻ ഓൾറെഡി നല്ല ടെൻഷൻ എന്ന് പറഞ്ഞതല്ലേ, ഒന്ന് പെട്ടെന്ന് വരുമോ? ആ വേഗം വാ. ഹലോ. അവള് വന്നല്ലോ. എത്ര ഏട്ടാ? 50. ഞാൻ നൈസായിട്ട് പരിപാടി സെറ്റ് ചെയ്യാൻ നോക്കാം. എന്റെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി, ഞാൻ വിളിക്കാം. ഒരു അമ്പലത്തിന് കമ്മിറ്റിക്കാർ വിളിച്ചായിരുന്നു. ഉത്സവമല്ലേ, രണ്ടുപേരും അങ്ങോട്ട് പോകണം. എന്താ പേര്? അശ്വതി. എവിടെയാ വീട്? തൊടുപുഴ. അശ്വതി സെയിൽസ് ഗേളാ അല്ലേ? ആ അതെ. എടോ ടെൻഷൻ ആവണ്ട, പറഞ്ഞോ. മാം, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. കാണിച്ചു കൊടുക്കുക. അവിടെ. സാറേ, ഷോക്കുമാറാത്തിന്റെ പാവം. നീ അങ്ങോട്ട് പറഞ്ഞേ. പിന്നെ सर सही में मैं मर जाऊंगा सर. वेट नंबर बोलो. 94321 34332. फोन नहीं उठाएगी साहब, नहीं उठाएगी. हेलो स्नेहा. ഹലോ, ഒരു പപ്പുവിനെ അറിയോ? ഈ ഗ്ലാസ് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നത്. मेरी बात करो सर. साहब मेरे को स्नेहा से एक बार साहब. मेरी बात. പുള്ളിയുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. साहब थोड़ा. अरे
थोड़ा സാറേ मेरी പ്ലീസ് बात करो ना साहब मेरी बात करो ना एक बार പറഞ്ഞ വിശ്വസിക്കില്ല സാറ് നോക്കി साहब दो ना फोन ആ ചാകാൻ പോയതിന്റെ കാമുകിയുടെ നമ്പർ വാങ്ങിട്ട് പരിപാടി തുടങ്ങി. ഇവനധികം സമയമൊന്നും വേണ്ട സാറേ. ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ദേ സാർ വീഡിയോ ഒന്നുണ്ട്. കണ്ടാ ഇവനെല്ലാ വീട്ടിലും കയറുന്നുണ്ട് സാറേ. താനിങ് വന്നേ വാ. പീറ്റർ ആൻസറിങ് സാർ ഓവർ. പീറ്റർ ആൻസറിങ് മെസ്സേജ് ക്ലിയർ ആയിട്ടുണ്ട്. മെയിൽ ചെക്ക് ചെയ്തോളാം. ഓവർ. സാറേ വാടാ തള്ളലെന്ന് സാറേ അത് എൻ്റെ പരിധി തന്നെ സാറേ ജസ്റ്റ് ബോർഡറായിട്ട് വരും. ആ ഞാൻ അന്വേഷിച്ചോളാം സാർ. ഓക്കെ. സാർ ഇത് മാങ്ങാണ്ടി സുരേഷ് നമ്മുടെ പാലത്തിനടിയിലെ ആ കേസില്ലേ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയാടേ മാങ്ങാണ്ടി? സർണയമാണ്. സർണയമോ? അച്ഛന് മാങ്ങ കച്ചവടം വരുന്നു. മാങ്ങാവൂന്ന് എല്ലാവരും വിളിച്ചിരുന്ന. ഈ നോർത്ത് ഭാരതത്തിന് അടിക്കിടന്ന് മരിച്ച ഗണേശനും നീ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു അല്ലേ? നന്നായി. ഇത് ചോദിക്കാൻ അടുപ്പിച്ച് ഇതിപ്പോ ഏത് മന്ത്രവാദിയാലും കോഴിക്കടക്കപ്പുറത്തിൽ പറഞ്ഞ അവസ്ഥയാണല്ലോ. എടാ മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ നിന്റെ ഈ തടി കേടാകുക. സാറേ ആരെ കത്തിയൊക്കെ ആയിട്ടാ ഇവര് നടപ്പ്? ആണോടാ? ആരെ കത്തിയാണെന്ന് പറഞ്ഞ് കൊലപാതകയാവും. അതിനൊരു മനസ്സും കൂടി വേണ്ടേ? ശരി ഫേ സാറേ. പിന്നെ അകത്തോണ്ട് പോയി ചോദിക്കേണ്ട ഓരോന്ന് ചോദിക്കും. ചെല്ലേ സാറ് ചോദിക്കും. ചെല്ലേ എന്ത് ആണാ? എന്നാ സാറേ ഒരു ബലാത്സംഗ കേസ് എഴുതി. അതിനുള്ള ഐറ്റം കൂടി എന്റെ കയ്യിലുണ്ടല്ലോ. സാറേ കൈ പിടിച്ചിരിക്കുക. സാറേ എനിക്കറിയാൻ പാടില്ല. ഓരോന്നേരത്തേക്ക് വരിക. ആ എടാ നീ പെട്ടെന്ന് വരണേ. ഹലോ, ഞാൻ ലിങ്കൻ. 1 മിനിറ്റ്. അതെ, മൊഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അപകടമില്ലാത്ത രീതിയിൽ കൊടുത്താൽ മതി. ടെൻഷൻ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടുണ്ട്. ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വീടിനകത്ത് വിളിച്ചു വരുത്തി അപ്പം മര്യാദയായിട്ട് പെരുമാറി. കുട്ടിയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഇനി പോലീസുകാർ ചോദിച്ചാൽ ശ്രദ്ധിച്ചു, ഈ ചേട്ടന്മാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഇമോഷണലായിട്ട് പറഞ്ഞാൽ മതി. SP നമ്മുടെ അടുത്ത ആളാണ്. ഈ പ്രശ്നം വിളിച്ച് സോൾവ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം വാങ്ങിത്തരാനാണ് അസോസിയേഷൻ മെമ്പേഴ്സായി ഞങ്ങളുടെ തീരുമാനം. എല്ലാവരും കുട്ടിയുടെ കൂടെയാണ്, അതും സാക്ഷികളായിട്ട്. പിന്നെ ഒരു ടെൻഷനൊക്കെ മാറിയോ? അശ്വത് എന്തിനാ ഈ ഇന്ദിരാനഗർ കോളനിയിൽ പോയത്? സെയിൽസിനാണ് സർ. എന്തിന്റെ സെയിൽസാ? ബുക്സിന്റെ. ആ ഈ ബുക്സുമായി പോയ താനെങ്ങനാ ആ വീടിൻ്റെ ഉള്ളിലായത്? സാറേ ഇന്നലെ രാത്രി ഞാൻ ഒരു ഷവർമ കഴിച്ചതാ. ഇന്ന് രാവിലെ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. ഫുഡ് പോയ്സൺ ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയാ സാറേ ഞാൻ പല വീടിൻ്റെയും മുന്നിൽ ചെന്നേ. പക്ഷെ ആരും ഗേറ്റ് കടത്തിയില്ല. അവസാനം ദേ ആ ഇരിക്കുന്ന സാറാ സമ്മതിച്ചേ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല ഒച്ചയമ്പകളും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ മൊബൈലും പിടിച്ച് എൻ്റെ മുന്നിൽ നിൽക്കും. പിന്നെ ഈ സാറ് ആ ഇരിക്കുന്ന സാറിനെ വീടിൻ്റെ അകത്തിട്ട് നല്ലോണം തല്ലി. ഞാൻ കണ്ടതാ സാറേ. ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിലോട്ട് കയറുമായിരുന്നു. നീക്ക് എന്താ മോറൽ പോലീസും കളിക്കാണ്? അല്ല സാറേ. എന്തല്ലെന്ന് സാറേ അവനെ വിട്ടേക്ക്. തല്ലിയത് ഞാനാ. അത് ഈ കേസിനൊന്നുമല്ല. അവനെൻ്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട്. ആ തൻ്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയാ താ കയറി ഉണ്ടാക്കും. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണോ ഇവിടെ? എടോ അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അവരിവിടെ വന്ന് പറയണം. മനസ്സിലായോ? പരാതി പറഞ്ഞിട്ടുണ്ട്. SP സാർ വിളിച്ചില്ലേ? അതുകൊണ്ട് എന്ത് വാങ്ങണോ? അതൊന്നും വേണ്ട കേട്ടോ. സാറേ ഭാര്യ വരും സാർ. ഭാര്യ വന്നിട്ട് പരാതി എന്നാ പറയാം. വിളിപ്പിക്കാം സാറേ. എത്തട്ടാ വിളിപ്പിക്കാം സാറേ. സാറേ എന്നാ ആ അങ്ങോട്ടിരിക്കേ. ആ ഇല്ല, ഇവൻ്റെ ഒരു കേസ്. എന്താ ഏത്തട്ടാ? ധന്യെ വിളിച്ചൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. വിളിച്ചാ എന്നിട്ട് ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. എന്താണ് സംഭവം? എന്ത് സംഭവം ഇത്തരം നേരിട്ടുണ്ട? എന്ത് സംഭവം? ധന്യച്ചൊരു മോശമായിട്ട് പെരുമാറിയ സംഭവം.
വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, തുറന്നു നോക്ക്. അതെ, ഹെഡ്സെറ്റ് വെച്ച് ക്ലിപ്പാണ്, കേട്ടു നോക്ക്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, എന്നോടൊന്ന് പറയണ്ടാ. എന്താ തൻ്റെ പേര്? ജോയി. എന്താ പണി? ഇറച്ചി കേട്ടോ സാറേ. ഈ പട്ടാളക്കാരനെ നടുറോഡിൽ വെച്ച് തല്ലിയെന്നൊരു പരാതി ഉണ്ടല്ലോ. സാറേ, രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തെ ഇയാൾ എന്നെ റോട്ടിൽ തടഞ്ഞു നിർത്തി രാജ്യദ്രോഹിന്ന് വിളിച്ച് നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അടി കൊടുത്തുകൊണ്ട് പണിക്ക് പോകാൻ പറ്റി. എന്തിനാ തടഞ്ഞു നിർത്തിയേ? സാറേ, ഇയാൾ എനിക്ക് മൊബൈലിലൊരു മെസ്സേജ് അയച്ചു. അതിന് ഞാൻ മറുപടി ഒന്നും അയച്ചില്ല. അതിനാ സാറേ. അതെന്തായിരുന്നു മെസ്സേജ്? സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സാറ് പറഞ്ഞ അതിന് മറുപടി അറിയിക്കുന്നുണ്ടോന്ന്? സാറേ, ഇയാൾക്ക് കോട്ടയം പെൻഷനും ഒക്കെ ഉണ്ട്. അത് പഠിച്ച് വാട്സാപ്പ് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. പണിക്ക് പോകാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാറേ.